ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളിലെ ക്രമക്കേട് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് കെ.ജെ. ജെയിംസ്. ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാട് യു.ഡി.എഫ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് പ്രസിഡന്റിന്റെ ലോഗിൻ ഐ.ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത് ബില്ലുകൾ മാറിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. പ്രസിഡന്റിന്റെ ലോഗിൻ ഐ.ഡി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദുരുപയോഗം ചെയ്ത് 12 ലക്ഷം മുതൽ മുടക്കുള്ള വാക്കത്തി, 22 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള മേമാരി കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയാണ് ചെയ്തത്. നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ബില്ലുകൾ തനിക്ക് നൽകിയിട്ടില്ലെന്നും കെ.ജെ. ജെയിംസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു. ഇതേ ജീവനക്കാരൻ മറ്റൊരു കരാറുകാരന്റെ ലൈസൻസ് ഉപയോഗിച്ച് ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കാതെ ബില്ലുകൾ മാറിയെടുക്കുകയും ചെയ്തു. കൂടാതെ ഹോമിയോ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണി നടത്താതെയും ബില്ല് മാറിയെടുത്തു. ഇത് സംബന്ധിച്ച് 2 തവണ മെമ്മോ നൽകിയിട്ടും മറുപടി ലഭിച്ചില്ല. ലോഗിൻ ഐ.ഡി ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ, റിസോർട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒത്താശ നൽകി. നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് 2024 ഏപ്രിൽ 9 സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ജീവനക്കാരനെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചും അപ്രൈസ്ഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. കോടതിയിൽ ജീവനക്കാരൻ സമർപ്പിച്ചത് വ്യാജരേഖകളാണെന്നും അപ്രൈസ്ഡ് കമ്മിറ്റിയെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും കെ.ജെ. ജെയിംസ് പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ. ജേക്കബാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രമുഖ ചാനൽ ഉൾപ്പെടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണ്, കൈക്കൂലിക്കാരനാണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെടുകയുണ്ടായത്. അന്ന് നിലവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള 2 കമ്മ്യൂണിറ്റി ഹാളുകളാണുള്ളത്, സാംസ്കാരിക നിലയങ്ങളാണുള്ളത്. അതിനകത്ത് പണി പൂർത്തീകരിക്കാതെ കരാറുകാരൻ ബില്ല് മാറി എന്നുള്ളൊരു പ്രശ്നമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെടുത്തി നിലവിലുണ്ടായിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അവിടുത്തെ ഊരുമുപ്പനായിരുന്ന സജി എന്ന് പറഞ്ഞ ആൾ അവിടുന്ന് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താനും അതിനുവേണ്ട നടപടി സ്വീകരിക്കാനും പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആൾ മുമ്പ് വനിതാ ജീവനക്കാരിയെ സ്വാധീനിച്ച് വ്യാജ മിനിറ്റ്സ് തയ്യാറാക്കിയതായും നിയമവിരുദ്ധമായി റോഡ് ആസ്തി രജിസ്റ്ററിൽ ചേർത്തതായും കെ.ജെ. ജെയിംസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.